ഹായ് ഗായ്സ്, ഇന്ന് അത്തമല്ലേ? അത്തമായിട്ട് എന്താ പരിപാടി? നിങ്ങൾ അത്തപ്പൂക്കൾ ഇട്ടോ? ഞാൻ അത്തപ്പൂ ഇടാൻ തുടങ്ങുവാണേ. എൻ്റെ വീട്ടിലുള്ള കുറച്ച് പൂക്കളൊക്കെ വെച്ചാണ് ഞാൻ അത്തപ്പൂക്കളം ഇടാൻ പോകുന്നത്. എൻ്റെ വീട്ടിലെ പൂക്കളൊന്ന് കാണാം. റോസാപ്പൂവ്, ചെമ്പരത്തി, ജമന്തി, അങ്ങനെ കുറച്ച് പൂക്കളാണേ. ചെത്തി, മുല്ല. ഗായ്സ്, ഇതെന്ത് പൂവാന്ന് അറിയത്തില്ല, പക്ഷെ ഇത് നിൽക്കണ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ? നോക്കി, ഈ പൂവൊക്കെ വെച്ചാണ് ഞാൻ ഇടാൻ പോകുന്നത്. ഈ പൂ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേരെ കേട്ടോ. ഇത് പിന്നെ നമ്മുടെ മുക്കൂറ്റിയൊക്കെ ആണല്ലോ മെയിനായിട്ട് തന്നെ. അപ്പോൾ ഗൈസ്, നമ്മുടെ പൂക്കളൊക്കെ ഒന്ന് പിച്ചാവേ. ആകെ 2 ജമന്തി ഉള്ളൂ കേട്ടോ, അത് നമുക്കങ്ങ് പിച്ചാം. ഗൈസ്, ഇത് ഞാൻ എല്ലാ പൂവും ഒന്ന് പറക്കട്ടെ കേട്ടോ. ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇത്രയും പൂക്കളാണ് കേട്ടോ കിട്ടിയിരിക്കണേ. അപ്പം ഇനി നമുക്ക് ബാക്കിയും കൂടെ പറിക്കാവേ. ഒരു മുല്ലപ്പൂ ഉണ്ടായിട്ടുണ്ട് കണ്ടോ, ഒരു മുല്ലപ്പൂ. ആ ഒരു മുല്ലപ്പൂവായിട്ട് എന്തിനാ ബാക്കി നിർത്തണേന്ന് ഓർത്ത് ആ ഒരു മുല്ലപ്പൂ അങ്ങ് പറിച്ചെടുത്തു. ഇഷ്ടംമാതിരി ചെമ്പരത്തിപ്പൂക്കൾ ഉണ്ടായിട്ടുണ്ടേ. ഇത് കണ്ടോ, നമുക്ക് ഓരോന്നായിട്ട് നുള്ളിയെടുക്കാവേ. കണ്ടോ, ഗൈസ്, എൻ്റെ വീട്ടിൽ പലതരം ചെത്തികളുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചെത്തി പറിക്കാം. ആദ്യം നമ്മൾ റെഡും റോസും പറിച്ചെങ്കിൽ ഇതേണ്ടേ ഇപ്പം മഞ്ഞ. എന്ത് രസമാണെന്നറിയോ ഈ മഞ്ഞ കാണാൻ. അപ്പോൾ നമുക്ക് ഈ മഞ്ഞയും കൂടെ പറിക്കാം. കണ്ടോ, ഗൈസ്, അങ്ങനെ നമ്മുടെ ഏകദേശം പൂക്കളൊക്കെ പറിച്ചു. ഏകദേശം തീരാറുമായിട്ടോ നമ്മുടെ തോട്ടത്തിലുള്ള പൂക്കൾ. ഇനി നമുക്കിത് ഇടാം. ഹായ് ഗൈസ്, അപ്പോൾ നമുക്കിനി നമ്മുടെ തിണ്ണയൊക്കെ ഒന്ന് കഴുകാം. ഗൈസ്, അങ്ങനെ നമ്മുടെ തിണ്ണ് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ശരിക്കും മുറ്റത്താണ് ഇടേണ്ടത്. മുറ്റത്തിടുമ്പോൾ പക്ഷേ മഴയായതുകൊണ്ട് പൂന്ന് ഓർത്താണ് കേട്ടോ. അപ്പം നമുക്ക് ഇടാവേ. ഗൈസ്, കുറച്ച് സാധനങ്ങൾ മറന്നു പോയായിരുന്നു. മെയിനായിട്ട് വേണ്ടത് നമ്മുടെ തുമ്പപ്പൂവും മുക്കൂറ്റിയും തുളസി, പനിക്കൂർക്ക ഇവയൊക്കെയാണ് കേട്ടോ. നമുക്കിടാം. ഗൈസ്, നമ്മളങ്ങനെ ഒരു നടുക്കൊരു പൂ വെച്ചിട്ടുണ്ട്, റോസാപ്പൂവ്. ഇനി നമുക്ക് ചെമ്പരത്തിയുടെ ഓരോ ഇതളായിട്ട് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാവേ. അത് നമുക്ക് ഫുള്ളാക്കാം.